ഹലോ ഓൾ, വെൽക്കം ടു quicklearnpsc. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സയൻസ് ടോപ്പിക്കുമായിട്ടാണ്. സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്നുള്ള പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെയുള്ള ഐ അല്ലെങ്കിൽ കണ്ണ് എന്നുള്ള സെൻസ് ഓർഗനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വലിയൊരു ടോപ്പിക്കാണ് കണ്ണ് എന്നുള്ളത്. ഇതിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഓഫ്താൽമോളജി എന്നുള്ളതാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിന് ഏറ്റവും അധികം ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായുള്ള വൈറ്റമിൻ ഏതാണെന്നുള്ളത്. എൻ്റെ ആൻസർ വൈറ്റമിൻ എ ആണ്. അടുത്തത് സ്നെല്ലൻസ് ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻസ് ചാർട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ണിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിൻ്റെ ഓരോ ലെയേഴ്സിനെ പറ്റിയും അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡയഗ്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഡയഗ്രം നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് ഡയഗ്രം വെച്ചിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കണ്ണിന് മെയിനായിട്ട് 3 ലെയേഴ്സാണ് ഉള്ളത്. 3 പാളികളുണ്ട് കണ്ണിന്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പുറമേ ഉള്ളതാണ് ഈ ദൃഢപടലം എന്ന് പറയുന്ന കാര്യം. ഏറ്റവും പുറമേ ഉള്ള ഈ ഒരു ലൈനാണ്, ഈ ഒരു പാളിക്കാണ് നമ്മൾ ദൃഢപടലം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഉള്ളിലായിട്ട് വരുന്നത് ഈ ഒരു റെഡായിട്ട് വരച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ രക്തപടലം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പാളി. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഈ ഒരു ബ്ലൂ കളറിൽ വരച്ചിട്ടുള്ളത് അതിനെ നമ്മൾ ദൃഷ്ടിപടലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളതാണ് ദൃഢപടലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉൾഭാഗത്തേക്കാണ് ആ ഭാഗം വരിക, ദൃഢപടലം. അത് കഴിഞ്ഞിട്ട് രക്തപടലം, അത് കഴിഞ്ഞിട്ടാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ കാഴ്ചശക്തിക്ക് വേണ്ടി സഹായിക്കുന്ന ആ ഒരു പാളി ദൃഷ്ടിപടലമാണ്. ഇതിനെയാണ് നമ്മൾ റെറ്റീന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൃഷ്ടിപടലമാണ് മൂന്നാമത്തെ പാളി. ഇനിയുള്ളത് ഈ ദൃഢപടലം. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ദൃഢപടലം ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കോർണിയ. ദൃഢപടലമാണ് നമ്മുടെ കണ്ണിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ദൃഢപടലം എന്ന് പറയും. അതുപോലെ തന്നെ പുറമെ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് അത് വരുന്നുണ്ട്, നമ്മുടെ ലെൻസിനെയൊക്കെ മൂടിയിട്ട്. അപ്പോൾ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോർണിയ എന്നുള്ളത്. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുക, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ്. ഈ ലെൻസ് നമ്മളിങ്ങനെ ഉറച്ച് വെച്ചിരിക്കുന്ന 2 പേശികളുണ്ട്, 2 മസിലുണ്ട്. അപ്പോൾ ആ 2 മസിൽസിന് പറയുന്ന പേരാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലെൻസിനെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുള്ള 2 മസിൽസ് ഉണ്ട്, അതിൻ്റെ പേരാണ് സീലിയറി പേശികൾ എന്നുള്ളത്. അതേപോലെ തന്നെ ലെൻസിൻ്റെ മുമ്പിലായിട്ട് ഈ ഒരു സീലിയറി പേശിക്കൊക്കെ ഫ്രണ്ടിലായിട്ട് ഈ ഭാഗത്തൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം കയറി പോകുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് പ്യൂപ്പിൾ. ഈ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ഈ നടുക്കായിട്ട്, ഇതിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കടന്നു കയറി പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് പ്യൂപ്പിൾ. അപ്പോൾ ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അതുള്ളത്. അപ്പോൾ ലെൻസിനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന പേശികൾക്ക് പറയുന്ന പേരാണ് സീലിയറി പേശികൾ. ഇതിന് പറയുന്ന പേരാണ് പ്യൂപ്പിള്. അതേപോലെ തന്നെ ഈ ലെൻസിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു മറ പോലെ ഇവിടെ ഒരു ഭാഗമുണ്ട്. ഈ ഒരു പ്യൂപ്പിളിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു മറ പോലെ ഒരു ഭാഗമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഐറിസ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ 3 പാളികളുണ്ടെന്ന് പറഞ്ഞു: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലമാണ് ഏറ്റവും പുറമേ ഉള്ളത്. അപ്പോൾ ഏറ്റവും ഉറപ്പുള്ള ആ ഒരു പാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൃഢപടലമായിരിക്കും. അത് കഴിഞ്ഞിട്ട് രക്തപടലവും ഫൈനലി ആണ് നമുക്ക് ദൃഷ്ടിപടലം എന്ന് പറയുന്ന കാര്യമുള്ളത്. അതിനാണ് നമ്മൾ റെറ്റീന എന്ന് പറയുന്നത്. കാഴ്ചശക്തി സാധ്യമാക്കുന്നത് ഈ ഒരു പാളിയിലാണ്. ഇനി ഈ ദൃഢപടലത്തിനെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു ആവരണം ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ബാക്കി 2 ഇവിടെ വരെ വരുന്നുള്ളൂ. അത് നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ദൃഢപടലം മാത്രമാണ് ഫ്രണ്ടിലേക്കും കൂടെ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് കോർണിയ. അതുപോലെ തന്നെ കോർണിയനെ പൊതിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്ന പേരാണ് കൺജക്റ്റീവ അല്ലെങ്കിൽ നേത്ര ആവരണം എന്ന് പറയും. കൺജക്റ്റീവ അല്ലെങ്കിൽ നേത്ര ആവരണം എന്ന് പറയും. കോർണിയയ്ക്ക് മുമ്പിലുള്ളതിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് ആ പേരാണ് പറയുക. പിന്നെ നമ്മുടെ ലെൻസാണ്. ഈ ലെൻസിനെ നമ്മൾ വെച്ചിരിക്കുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസിന് പറയുന്ന പേരാണ് സീലിയറി പേശികൾ എന്നുള്ളത്. അതേപോലെ തന്നെ ലെൻസിന് മുമ്പിലും ഒരു ആവരണമുണ്ട്, ഒരു മറ പോലെ ഒരു ആവരണമുണ്ട് നമ്മുടെ ലെൻസിന് മുമ്പിൽ. അതിന് പറയുന്ന പേരാണ്
ഐറിസ്. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ ഈ ലെൻസിനും ഈ ഐറിസിനും ഒക്കെ ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് പ്രകാശം കയറി പോകുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് പ്യൂപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കണ്ണിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളതിൻ്റെ ഭാഗങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ദ്രാവകങ്ങളുടെ പേരാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് ഒരു ദ്രാവകമുണ്ട്. അതിന് പറയുന്ന പേരാണ് അക്വസ് ദ്രാവകം എന്ന് പറയുന്ന കാര്യം. അക്വസ് ലിക്വിഡ് എന്ന് പറയുന്ന കാര്യം ഈ ഭാഗത്താണുള്ളത്. ഈ കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള ദ്രാവകമാണ് അക്വസ് ദ്രാവകം. അതേപോലെ തന്നെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയ്ക്കും ഇതേപോലെ തന്നെ ഒരു ദ്രാവകമുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദ്രാവകം വേണം, ഒരു ഫ്ലൂയിഡ് വേണം അതിനകത്ത്. അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ദ്രാവകമുണ്ട്. അതിന് നമ്മൾ വിട്രസ് ദ്രാവകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ദ്രാവകങ്ങളുണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് അതുള്ളത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ കോർണിയയ്ക്കും പറയുന്ന ലെൻസിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ അക്വസ് ദ്രാവകവും, അതേപോലെ തന്നെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിട്രസ് ദ്രാവകം എന്നുമാണ് പറയുന്നത്. നമ്മുടെ കണ്ണിനുള്ളിൽ ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലെൻസ് ഒരു ബൈ കോൺവെക്സ് ലെൻസാണ്. അത് ഓർമ്മയിരിക്കണം. നമ്മൾ കോൺകേവ് ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ കണ്ണിൻ്റെ അത് ലെൻസ് ഏത് ടൈപ്പാണ് എന്ന് ചോദിച്ചാൽ അത് ബൈ കോൺവെക്സ് ലെൻസാണ്. പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം. ഇവിടെയാണ് കാഴ്ചശക്തിക്ക് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പം ദൃഷ്ടിപടലത്തിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. പിന്നെയുള്ളത് രക്തപടലം എന്ന് പറയുന്ന കാര്യം. ഇതിന് വർണ്ണവസ്തുവിന്, അതായത് ഇതിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് മെലാനിനാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. ദൃഷ്ടിപടലത്തിനെ പറ്റിയും രക്തപടലത്തിനെ പറ്റിയും. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശഗ്രാഹി കോശങ്ങളെ പറ്റിയാണ്. ഇത് കാണപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ്. ദൃഷ്ടിപടലമാണ് നമുക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന പടലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്താണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത്. 2 തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളാണുള്ളത്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇതിൽ റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ചശക്തി സാധ്യമാക്കുന്ന കോശങ്ങളെയാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്ര പ്രകാശത്തിൽ കാഴ്ചശക്തിക്ക് സഹായിക്കുന്നതിനെയാണ് നമ്മൾ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീവ്ര പ്രകാശത്തിലും കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അതേപോലെ തന്നെ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങളാണെന്നുണ്ടെങ്കിൽ കറുപ്പിനെയും വെളുപ്പിനെയും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അപ്പം അത്രയും കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിഞ്ഞു പോകാതെ ഓർത്തിരിക്കുക. റോഡ് കോശങ്ങളാണെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തിക്ക് സഹായിക്കും. നമ്മുടെ ഈ ഒരു ഇരുട്ടത്തൊക്കെ സഞ്ചരിക്കുന്ന ജീവികളുണ്ടല്ലോ, മൂങ്ങയൊക്കെ പോലെയുള്ളവ, അവയ്ക്ക് രാത്രി മാത്രമാണ് കാഴ്ചശക്തി ഉള്ളത്. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിലാണ് അവയ്ക്ക് കാഴ്ചശക്തി ഉള്ളത്. അപ്പോൾ ഈ റോഡ് കോശങ്ങൾ അവയ്ക്ക് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഈ രാത്രി കാഴ്ചയ്ക്ക് അവർക്ക് സാധ്യമാകുന്നത്. അപ്പോൾ ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകാതെ നോക്കി വയ്ക്കുക. ഇപ്പോൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തമ്മിൽ മാറിപ്പോകാതിരിക്കാനായിട്ട് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യം, നമ്മൾ റോട്ടിലൊക്കെ രാത്രി പോകുമ്പോഴത്തേക്ക് അപ്പോൾ മങ്ങിയലായിരിക്കുമല്ലോ, മങ്ങിയ ഒരു വെളിച്ചമായിരിക്കുമല്ലോ രാത്രിയിലൊക്കെ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ റോഡ് എന്ന് പറയുമ്പം മങ്ങിയ കാഴ്ചയാണ്, രാത്രിയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ ഓർത്ത് വെക്കുക. അങ്ങനെയാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോകാതെ ഞാൻ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, രണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിക്കളയാതെ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന പ്രകാശഗ്രാഹി കോശമാണ് റോഡ് കോശങ്ങൾ. അതേപോലെ തന്നെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ദൃഷ്ടിപടലത്തിലാണ്. ഈ 2 കോശങ്ങൾ നമ്മുടെ ദൃഷ്ടിപടലത്തിൽ കൂടുതലായിട്ട് കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവ ഉള്ളതിനെ നമ്മൾ പീതബിന്ദു എന്ന് പറയും. അവ ഇല്ലാത്തതിനെ, അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗത്തെ അന്ധബിന്ദു എന്നുമായിരിക്കും പറയുക. നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ച ഡയഗ്രത്തിനകത്ത് അത് രണ്ടും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ടെങ്കിൽ അതിനെ പീതബിന്ദു എന്ന് പറയും. അതുപോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അന്ധബിന്ദു എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് എന്നായിരിക്കും പറയുക. പീതബിന്ദുവിനെ ആണെങ്കിൽ നമ്മൾ യെല്ലോ സ്പോട്ട് എന്നായിരിക്കും പറയുക. അപ്പോൾ ആ 2 കാര്യങ്ങളും കൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർത്ത് വയ്ക്കുക. സീലിയറി പേശികളാണ് നമ്മുടെ ലെൻസ് പറ്റി പിടിച്ചിരിക്കുന്ന മസിൽ എന്ന് പറയുന്നത്. സീലിയറി പേശികൾക്കുള്ളിലാണ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സീലിയറി പേശികളെ പറ്റി പറയാനുള്ള മറ്റൊരു കാര്യം, ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പേശികളെയാണ്
സീലിയറി പേശികൾ എന്ന് പറയാം. നമ്മുടെ ലെൻസിൻ്റെ വക്രത, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മസിലാണ് ലെൻസിനെ നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഈ സീലിയറി പേശികൾക്കകത്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ലെൻസിൻ്റെ വക്രതയ്ക്കകത്ത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന പേശികളെയാണ് നമ്മൾ സീലിയറി പേശികളെന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച എന്താണോ അതിനെ 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങുന്ന ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് വീക്ഷണ സ്ഥിരത. നമ്മൾ എന്ത് കാര്യത്തിലേക്ക് നോക്കിയാലും ഏതൊരു വസ്തുവിലേക്ക് നോക്കിയാലും ആ കാഴ്ച നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ 1/16 സെക്കൻഡ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് വീക്ഷണ സ്ഥിരത. അടുത്തതാണ് സമജ്ഞാനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന കാര്യം. നമ്മുടെ കാണുന്ന കാഴ്ച എന്താണോ അതിനെ റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശത്തിനെ റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണിൻ്റെ ആ കഴിവിനെയാണ് സമജ്ഞാനക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ വീക്ഷണസ്ഥിരതയും സമജ്ഞാനക്ഷമതയും മാറിപ്പോകരുത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച ഏതാണോ അത് 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിനുള്ളിൽ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ്, ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് വീക്ഷണ സ്ഥിരത. സമജ്ഞാനക്ഷമത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രതിബിംബം എന്താണോ അത് റെറ്റിനയിൽ തന്നെ വന്ന് പതിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമജ്ഞാനക്ഷമത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള വ്യക്തമായ അകലം. കണ്ണിൻ്റെ അകലം എത്രയാണ് എന്ന് ചോദിച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള വ്യക്തമായ അകലം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണിനുള്ളിൽ കാണുന്ന ലോഹമാണ് സിങ്ക്. കണ്ണിനുള്ളിൽ കാണുന്ന എൻസൈമാണ് ലൈസോസൈം. ഇത്രയും കാര്യങ്ങൾ കൂടെ ഓർമ്മ വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിനെ ബാധിക്കുന്ന കാഴ്ച വൈകല്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും. എപ്പോഴും മാറിപ്പോകുന്ന 2 കാര്യങ്ങളാണ് ഇവ. ഹ്രസ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം ചെറുതാണ്, അധികം ദൂരത്തിലല്ലാത്തതാണ്, അടുത്തുള്ളതാണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക. ഹ്രസ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവയെ കാണാൻ സാധിക്കുന്നതിനെയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകലെയുള്ളവയെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓർത്തിരിക്കുക. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ അടുത്തുള്ളവയാണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്, അകലെയുള്ളവയെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ മയോപ്പിയ എന്നും പറയും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പരിഹരിക്കുക. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദീർഘദൃഷ്ടി എന്ന് പറയുക. അപ്പം ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ദീർഘ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അകലെയുള്ളത് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ അകലെയുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും, അടുത്തുള്ളതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതിനെയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിനെ ഹൈപ്പർ മെട്രോപ്പിയ എന്നും പറയും. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യം പരിഹരിക്കുന്നത്. ഇനി ഈ ഹ്രസ്വദൃഷ്ടിനെയും ദീർഘദൃഷ്ടിനെയും ഒരേപോലെ പരിഹരിക്കാൻ വേണ്ടി കഴിവുള്ള ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പം ഈ ഒരു 3 ലെൻസിൻ്റെ പേരുകൾ ഓർത്തിരിക്കണം. അത് കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഹ്രസ്വദൃഷ്ടിനെ പരിഹരിക്കാൻ വേണ്ടി ഏത് ലെൻസാണ് ഉപയോഗിക്കുക, ദീർഘദൃഷ്ടിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് ഓർത്തിരിക്കുക. ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളും അല്ലെങ്കിൽ കുറച്ച് അവസ്ഥകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഗ്ലുക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേത്രഗോളത്തിൻ്റെ മർദ്ദം വ്യത്യാസപ്പെടുന്ന അവസ്ഥേനെയാണ് ഗ്ലുക്കോമ എന്ന് പറയുന്നത്. നേത്രഗോളത്തിൻ്റെ മർദ്ദം വ്യത്യാസപ്പെടുന്ന അവസ്ഥേനെയാണ് ഗ്ലുക്കോമ എന്ന് പറയുന്നത്. അടുത്തത് ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന് പറയുന്ന കാര്യം. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥേനെയാണ് വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഗ്രീന്, റെഡ് എന്നൊക്കെയുള്ള ആ ഒരു നിറങ്ങളെയാണ് തിരിച്ചറിയാൻ സാധിക്കാത്തത്. അതേപോലെ തന്നെ ചെങ്കണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം, അത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ കോർണിയയെ ചുറ്റി ഒരു ആവരണമുണ്ട് അല്ലെങ്കിൽ നേത്രാവരണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ നേത്രാവരണത്തിന് അണുബാധ ഉണ്ടാവുന്നതിനെയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് വിഷമദൃഷ്ടിയാണ്. വിഷമദൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിൻ്റെ വക്രത മൂലം പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥേനെയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ലാസ്റ്റത്തേതാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണി ഈർപ്പരഹിതമായിരിക്കും, അതാര്യമായിരിക്കും. ആ ഒരു കാര്യത്തിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന കണ്ണിനെ ബാധിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ രോഗത്തിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, പ്രധാനമായിട്ടും ഈ സിറോഫ്താൽമിയ, ഗ്ലുക്കോമ പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. കണ്ണിനെ സംബന്ധിച്ച് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് തന്നെയാണ് പോയത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുമായുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.